السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة قال الله تعالى الصوم لي وأنا أجزي به സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ പവിത്രമാക്കപ്പെട്ട റമളാനിലെ പുണ്യമാക്കപ്പെട്ട റമളാനിലെ മഗ്ഫിറത്തിൻ്റെ 10 അവസാനത്തെ ദിവസത്തിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിനം എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. മഗ്ഫിറത്തിൻ്റെ 10 പാപമോചനത്തിൻ്റെ 10 അവസാന നിമിഷം. ഇനി നമ്മളിലേക്ക് കടന്നു വരുന്നത് മൂന്നാമത്തെ 10 ഇത്ഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ 10, സ്വർഗപ്രവേശനത്തിൻ്റെ 10, അവസാന 10. അതോടുകൂടി പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മൾ സലാം ചൊല്ലിപ്പിരിയും. ഇനി ദിവസങ്ങൾ മാത്രമുള്ളൂ, വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന മാസം നമ്മോട് സലാം ചൊല്ലിപ്പോവാണ് മുഅ്മിനീങ്ങളെ. വലിയ സങ്കടത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. ഇനി ഓരോരോ നിമിഷങ്ങൾ നാം നിലകൊള്ളുന്നത് വലിയ പ്രയാസത്തിലാണ്. അടുത്ത റമളാനിൽ ഈ പറയുന്ന ഞാനാണോ ഈ കേൾക്കുന്ന നിങ്ങളാണോ എന്ന് ആർക്കും പറയാൻ പറ്റൂല. അല്ലാഹുവേ, അടുത്ത റമളാനിനെ സ്വീകരിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. റമളാനിൽ പങ്കുചേരാൻ, അതിൽ ധാരാളം ഇബാദത്ത് ചെയ്യാൻ, ധാരാളം അമാലുകൾ ചെയ്യാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ. അല്ലാഹ് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഞങ്ങൾ ചെയ്ത അനുഷ്ഠിച്ച നോമ്പിനെ കുറ്റമറ്റ രീതിയിൽ അല്ലാഹുവേ നീ സ്വീകരിക്കണം. അല്ലാഹ് ഞങ്ങൾ നീ കബൂലാക്കണേ. അല്ലാഹ് നീ കബൂലാക്കണേ. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ അല്ലാഹ് നീ കബൂലാക്കണം. അല്ലാഹ് നീ സ്വീകരിക്കണം. അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഇരുത്തം അല്ലാഹ് നീ കബൂലാക്കണം. അല്ലാഹ് നീ സ്വീകരിക്കണം. അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞാൻ പ്രതീക്ഷിക്കേണ്ടത് പവിത്രമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ രാവുകളാണ്. ഇന്നത്തെ ദിവസം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. ഇന്നത്തെ രാവ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. കാരണം എന്താണ്? 21ാമത്തെ രാവ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. അങ്ങനെ ഇനിയുള്ള ഒറ്റവിട്ട രാവുകളിൽ നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. അല്ലാഹുവേ, ആ പുണ്യമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ. അല്ലാഹ് നീ ഉൾപ്പെടുത്തണേ. അല്ലാഹ് നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മുഅ്മിനീങ്ങളെ നമ്മൾ വിജയികളായി, നമ്മൾ പരിപൂർണ്ണ നിലയ്ക്ക് വിജയികളായി. അല്ലാഹുവേ, ലൈലത്തുൽ ഖദറിൽ ഞങ്ങൾ നീ ചേർക്കണേ. അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിലിരുന്ന് ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, ദുആയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നീ ചേർക്കണേ. അല്ലാഹ് ഓരോരുത്തരെയും നീ ചേർക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്നലെ നമ്മൾ മജ്ലിസിൽ പറഞ്ഞിരുന്നു, ഇന്നലെ നമ്മൾ മജ്ലിസിൽ ഉണർത്തിയിരുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ മജ്ലിസിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവർ, ദുആ വസിയത്തുകൾ ധാരാളം ആളുകളാണ് മജ്ലിസിൽ പങ്കെടുത്തത്. ദുആ വസിയത്തുകൾ അറിയിച്ചവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് ദുആ ചെയ്യാം. പേരെടുത്തു പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഒരു മറിയം എന്ന് പറയുന്ന ഒരു സഹോദരി അവരുടെ വീട് വിൽക്കാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കുറേ കാലമായി വീട് വിൽക്കാൻ ശ്രമിക്കുന്നു, വീട് വിറ്റ് കിട്ടുന്നില്ല. തങ്ങളെ പ്രത്യേകം മജ്ലിസിൽ ദുആ ചെയ്യണേ.
എത്രയും പെട്ടെന്ന് അവരുദ്ദേശിക്കുന്ന വിലയിൽ അല്ലാഹുവേ എത്രയും പെട്ടെന്ന് ആ ഭവനം, ആ വീട് എത്രയും പെട്ടെന്ന് വിൽക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. തങ്ങളെ ഉസ്താദെ, എൻ്റെ മകൾ നന്നായി പഠിക്കാൻ ദുആ ചെയ്യണേ ഉസ്താദെ. മോൾക്ക് ചെറിയ തോതിൽ പഠന വൈകല്യമുണ്ട്. സ്കൂളിൽ 8ാം ക്ലാസ്സിലാണ്, മദ്രസയിൽ 5ലും. ഇപ്രാവശ്യം പൊതുപരീക്ഷ എഴുതിയിട്ടില്ല. കാരണം അവൾക്ക് അക്ഷരം അറിയുന്നില്ല. അക്ഷരം അറിഞ്ഞു കിട്ടാൻ ഖുർആൻ ഓതാനും കിതാബ് വായിക്കാനും എഴുതാനും അതുപോലെ സ്കൂളിലെ പഠനവും നന്നായി പഠിക്കാൻ ഉസ്താദ് ദുആ ചെയ്യണേ. ആ പൊന്നു മോൾക്ക് അല്ലാഹുവേ നല്ല ഇൽമിനി കൊടുക്കണേ അല്ലാഹ്. നല്ല അഖിലിനി പ്രദാനം ചെയ്യണേ അല്ലാഹ്. നല്ല അറിവിനി പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ തങ്ങളുപ്പാ ഞങ്ങൾക്ക് 1.5 ലക്ഷത്തിൽ കൂടുതൽ കടമുണ്ട്. വീട്ടാൻ മാർഗമില്ല. വലിയ പ്രയാസത്തിലാണ്. ഒരു സമാധാനവുമില്ല. അടുത്ത വർഷത്തെ റമളാൻ ആവുമ്പോഴേക്കും അത് വീടിക്കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണം. വല്ലാത്ത പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളാണ്. കടം വീടാതെ ഞങ്ങളെ ആരെയും മരിപ്പിക്കല്ലേ നാഥാ. ഇന്ന് ദുആ ഉണ്ട്, ദുആ വസിയത്തുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ എന്ത് ഭാരിച്ച കടമാണെങ്കിലും അല്ലാഹുവേ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹഖ് ബർക്കത്തുകൊണ്ട് അല്ലാഹ് കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാവാൻ ദുആ ചെയ്യണേ തങ്ങളുപ്പാ. അല്ലാഹുവേ അല്ലാഹു എല്ലാ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. എൻ്റെ വിഷമങ്ങൾ മാറാൻ തങ്ങളുപ്പാ ദുആ ചെയ്യണം. എൻ്റെ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം പൂർണ്ണമായും ഒഴിവായി കിട്ടാൻ തങ്ങളുപ്പാ ദുആ ചെയ്യണം. എന്നോട് സ്നേഹമില്ല അല്ലാഹുവേ അല്ലാഹുവേ. അവരുടെ ഭർത്താവിൻ്റെ എല്ലാ ദുശീലങ്ങളും എല്ലാ അവിഹിത ബന്ധങ്ങളും അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നല്ല സ്നേഹം അല്ലാഹു അവരുടെ ഇടയിൽ നല്ല സ്നേഹവും നല്ല ഐക്യവും നീ ഇട്ട് കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ നല്ല മനസ്സമാധാനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഉസ്താദെ, എൻ്റെ മോന് കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം. മോൻ്റെ പുകവലി മാറാൻ തങ്ങളെ ദുആ ചെയ്യണം. കടം വീടാൻ ദുആ ചെയ്യണം അല്ലാഹു. എല്ലാം നീ മുറാദിനെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ആ പൊന്നുമോൻ്റെ കല്യാണം, വിവാഹം അല്ലാഹു എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണേ അല്ലാഹ്. ആ ദുശീലങ്ങൾ എത്രയും പെട്ടെന്ന് നീ മാറ്റി റാഹത്താക്കി കൊടുക്കണേ തമ്പുരാനെ. കടങ്ങൾ അല്ലാഹുവേ വീട്ടി കൊടുക്കണേ അല്ലാഹ്. വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. തങ്ങളെ പ്രയാസങ്ങൾ നീങ്ങിപ്പോവാൻ കടം വീടാൻ ദുആ ചെയ്യണം. എൻ്റെ മക്കൾക്ക് നല്ല ജോലി ശരിയാവാൻ തങ്ങൾ ദുആ ചെയ്യണം. എല്ലാവരുടെയും വായിക്കും ഇൻഷാ അല്ലാഹ്. ദുആയിൽ ചേർക്കും അല്ലാഹുവേ 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 നീ സ്വീകരിക്കണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാവാൻ ദുആ ചെയ്യണേ തങ്ങളുപ്പാ. മക്കൾക്ക് ഖൈറായ കല്യാണം ശരിയാവാൻ തങ്ങളെ ദുആ ചെയ്യണം അല്ലാഹു. എത്രയും പെട്ടെന്ന് ഖൈറായ ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. നീ അടുപ്പിക്കണേ അല്ലാഹ്. തങ്ങളുപ്പ ഞങ്ങൾക്ക് ഇതുവരെ വീട് ആയിട്ടില്ല, സ്ഥലം വാങ്ങിയിട്ടില്ല. ഒരുപാട് കാലമായി അവിടെ വീടെടുക്കാൻ പറ്റുന്നില്ല. വെള്ളം വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ബാങ്കിൽ കുറേ പൈസ കടമുണ്ട്. അത് വീട് കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണം അല്ലാഹുവേ അല്ലാഹു. എത്രയും പെട്ടെന്ന് ആ ഭൂമി വിൽക്കാനും ഒരു ഖൈറായ ഒരു ഭവനം അല്ലാഹുവേ ആ കുടുംബത്തിന് നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്. നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ദുആ ചെയ്യണേ തങ്ങളുപ്പ. നല്ല ജീവിതം കിട്ടാൻ, അസുഖം മാറാനും. ഉമ്മാക്ക് കയ്യിൽ തരിപ്പാണ്, കാലിനും കുറേ പ്രയാസമുണ്ട്. കുറേ വർഷങ്ങളായി മരുന്ന് കഴിക്കുന്ന ശിഫ കിട്ടാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഭർത്താവിൻ്റെ സ്വഭാവം കാരണം മക്കളെ കാണാൻ കഴിയുന്നില്ല. സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണേ തങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. ആ ഭർത്താവിന് നല്ല ഖൈറായ, ആ ഭർത്താവിന് അല്ലാഹുവേ നല്ല ബുദ്ധി നീ കൊടുക്കണേ അല്ലാഹ്. നല്ല ഖൈറായ ഒരു സ്വഭാവം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സന്തോഷത്തോടു കൂടി, ഐക്യത്തോടു കൂടി, മനസ്സമാധാനത്തോടു കൂടി കുടുംബമൊത്ത് ജീവിക്കാൻ ആ കുടുംബത്തിന് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. 2 പ്രാവശ്യം ബിസ്മി ചൊല്ലി. ഒരുപാട് കടങ്ങളുണ്ട്, വല്ലാത്ത പ്രയാസത്തിലാണ് തങ്ങൾ ദുആ ചെയ്യണം അല്ലാഹുവേ. കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഓരോ മുറാദുകൾ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ മകന് നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടാനും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നിലനിൽക്കാൻ തങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുവേ ആ പൊന്നുമോൻ്റെ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും ആ പൊന്നുമോനെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. നീ വിജയിപ്പിക്കണേ അല്ലാഹ്. നല്ല ബുദ്ധിശക്തി, നല്ല അഖിലും നല്ല ഇൽമും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എൻ്റെ ഭർത്താവിന് ക്യാൻസർ രോഗമാണ്. ദുആ ചെയ്യണേ തങ്ങളെ. നടുവേദന, കഴുത്തുവേദന ശിഫ ആവാൻ ദുആ ചെയ്യണേ. എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തി
ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. അല്ലാഹുവേ, അവരുടെ ഭർത്താവിൻ്റെ ആ മാരകമായ രോഗം നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. എല്ലാ വേദനകളും അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കുടുംബത്തിൽ അല്ലാഹുവേ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അസുഖങ്ങളിൽ നിന്ന് ആജിലായ കാമിലായ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ജോലിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദേ. അല്ലാഹു ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാ. നീ അടുപ്പിക്കണേ അല്ലാ. നടുവേദനയാണ്, ഖൈറായ രീതിയിൽ നടന്നു കിട്ടാൻ ഞങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുവേ, അല്ലാഹുവേ, രോഗങ്ങൾ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറാൻ ഞങ്ങളെ ദുആ ചെയ്യണേ. ഭർത്താവിൻ്റെ എല്ലാ അസുഖങ്ങളും അല്ലാഹുവേ പരിപൂർണ്ണമായ നീ ശിഫ, ആജിലായ കാമിലായ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഉസ്താദേ, എൻ്റെ മാറിൻ്റെ സൈഡിൽ വേദന മാറാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. ദുആ ചെയ്യണേ. കടം വീടാൻ അല്ലാഹുവേ പരിപൂർണ്ണമായി അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പമാക്കണേ അല്ലാ. എൻ്റെ മക്കൾക്ക് ഖൈറായ ജോലി കിട്ടാൻ ദുആ ചെയ്യണം അല്ലാ. ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാ. തങ്ങളെ ഒരുപാട് കടങ്ങളുണ്ട്, കടം വീടാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിത അല്ലാ ഞങ്ങൾക്ക് നീ അല്ലാ. എൻ്റെ ഭർത്താവിന് ജോലി ഉണ്ടാവാൻ തങ്ങളെ ദുആ ചെയ്യണം. ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ വീട് വിറ്റ് കിട്ടാൻ തങ്ങൾ ദുആ ചെയ്യണം അല്ലാഹുവേ. ഖൈറായ നിലയിൽ അത് വിറ്റുപോവാൻ അല്ലാഹുവേ അല്ലാഹു അതിൻ്റെ മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. തങ്ങളെ എൻ്റെ പേര് ലൈലാബി എന്നാണ്. കടം കൊണ്ട് വീട് വരെ ജപ്തി വക്കിലാണ്. ദുആ ചെയ്യണം. ഭർത്താവ് ഗൾഫിലാണ്, ശമ്പളം തീരെയില്ല. ദുആ ചെയ്യണം അല്ലാഹുവേ. അവരെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരെ ബുദ്ധിമുട്ട് നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഭർത്താവിൻ്റെ ജോലിയിൽ അല്ലാ ഖൈർ പ്രദാനം ചെയ്യണം അല്ലാ. നീ ഖൈർ പ്രദാനം ചെയ്യണം അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. വാപ്പ മരിച്ചിട്ട് 22 കൊല്ലമായി. കൂട്ടസ്വത്ത് ശരിയായി കിട്ടാനും കടങ്ങൾ വീടാനും ദുആ ചെയ്യണം അല്ലാഹുവേ. ഇവിടെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ധാരാളം ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ലോ. നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. പിന്നീട് ഒരു സഹോദരി കടമാണ് ഉസ്താദ്, ദുആ ചെയ്യണം അല്ലാഹുവേ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. കുടുംബം നന്നാവാൻ ദുആ ചെയ്യണം തങ്ങളെ അല്ലാഹുവേ. കുടുംബത്തിൽ ഐക്യവും സമാധാനവും നീ പ്രദാനം ചെയ്യണം അല്ലാ. അസ്സലാമു അലൈക്കും. തങ്ങളെ കടമുണ്ട്, അത് വീട്ടിൽ കിട്ടാൻ തങ്ങൾ ദുആ ചെയ്യണം അല്ലാഹുവേ. കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. അങ്ങനെ വരുന്ന ധാരാളം ദുആ വസിയത്തിൽ അസ്സലാമു അലൈക്കും തങ്ങളുപ്പ ദുആ ചെയ്യണം. വളരെയധികം വിഷമത്തിലാണ്. ഭർത്താവിന് ജോലിയില്ല, മക്കൾക്കും ജോലിയില്ല. അല്ലാഹുവേ, ഭർത്താവിനും അല്ലാഹുവിന്റെ മക്കൾക്കും ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാ. കണ്ണുവേദനയാണ്, തുറക്കാൻ പറ്റുന്നത് തങ്ങളുപ്പ ദുആ ചെയ്യണം അല്ലാഹുവേ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ പരിപൂർണ്ണ ശിഫ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഉസ്താദ്, എൻ്റെ പേര് സുഹറാബി, ഒരു വിധവയാണ്. എൻ്റെ പൈസയും പൊന്നും ഒരാൾക്ക് കടം വീട്ടാൻ കൊടുത്തു. ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ തിരിച്ചു തരുന്നില്ല. അത് തിരിച്ചു കിട്ടാൻ ഞങ്ങളെ ദുആ ചെയ്യണേ. ദുആ ചെയ്യണം അല്ലാഹുവേ. എത്രയും പെട്ടെന്ന് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സിനെ പ്രദാനം ചെയ്യണേ അല്ലാ. പണി കിട്ടാൻ വേണ്ടി ഉസ്താദേ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഖൈറായ ജോലിനെ പ്രദാനം ചെയ്യണേ അല്ലാ. മനസ്സിൽ വിഷമം മാറാൻ തങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. വിഷമങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. 1 കോടി കടമുണ്ട്. ദുആ ചെയ്യണം അല്ലാ. വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പമാക്കണേ അല്ലാ. തങ്ങളെ ഞങ്ങളുടെ കല്യാണം റെഡിയാവാൻ തങ്ങളെ ദുആ ചെയ്യണം അല്ലാഹുവേ. ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ. അല്ലാ, എൻ്റെ പേര് റൈഹാന. വീടുപണി പൂർത്തിയായി കിട്ടാൻ 3 വർഷമായി. ഇതുവരെ താമസിക്കാൻ പറ്റിയിട്ടില്ല. ദുആ ചെയ്യണം അല്ലാഹുവേ. എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ താമസിക്കാനുള്ള മാർഗം, അതിനുള്ള ത്വരീക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. 13 ലക്ഷം കടമുണ്ട്. ഞങ്ങളെ ദുആ ചെയ്യണം അല്ലാഹുവേ. കടം വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണേ അല്ലാ. എൻ്റെ മകൻ്റെ ഒരു സർജറി കഴിഞ്ഞു, അത് ശരിയായിട്ടില്ല. ഇനി ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെയ് 5-നാണ് അഡ്മിറ്റാകാൻ പറഞ്ഞത്. ഉസ്താദേ ദുആ ചെയ്യണം. ഓപ്പറേഷൻ ഇല്ലാതെ സർജനം ശരിയായി പോകാൻ തങ്ങൾ ദുആ ചെയ്യണം അല്ലാഹുവേ. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് ആ പൊന്നുമോൻ്റെ ആ രോഗം നീ പരിപൂർണ്ണ ശിഫാക്കി കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, ഓപ്പറേഷൻ ഇല്ലാതെ പരിപൂർണ്ണ ആജിലായ കാമിലായ ശിഫ നീ പ്രദാനം ചെയ്യണം അല്ലാ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ ധാരാളം കഴിയുന്നത് ഇൻഷാ അല്ലാഹ് വായിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാ. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹുവേ പരിപൂർണ്ണ നിലയ്ക്ക് നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാ. നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാ. ധാരാളം പ്രയാസങ്ങൾ, ധാരാളം ബുദ്ധിമുട്ടുള്ളവർ ഇൻഷാ അല്ലാഹ് ഇന്ന് അവസാനത്തെ ദിവസം, ഇന്ന് വെള്ളിയാഴ്ച ദിവസം, മഗ്ഫിറത്തിന്റെ 10 അവസാനത്തെ ദിവസം, വെള്ളിയാഴ്ച ദിവസം, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട 21ാമത്തെ രാവ്. മഹാന്മാര് പറഞ്ഞു ഒറ്റവിട്ട രാവിൽ ആദ്യത്തെ ദിവസം
ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഈ ദുആ വസിയത്തുകൾ അറിയിച്ചവർ, ഇനി അറിയിക്കാൻ കഴിയാത്തവർ ധാരാളം ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ എനിക്ക് എഴുതാൻ അറിയില്ല, കമന്റ് എഴുതാൻ അറിയില്ല. മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരാണ്. അങ്ങനെയുള്ള ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ അറിയിച്ചിട്ടുണ്ട്. മകൻ നന്നായി കിട്ടാൻ, കടം വീടാൻ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹു എല്ലാ ദുആ വസിയത്തുകളും നിനക്കറിയാമല്ലോ അല്ലാഹ്. എഴുതാതെ തന്നെ നിനക്കറിയാമല്ലോ അല്ലാഹ്. ആരെല്ലാമാണ് മജ്‌ലിസ് കണ്ടത്, ആരെല്ലാമാണ് ദുആ വസിയത്തുകളോടുകൂടി മജ്‌ലിസ് കണ്ടത്, ആത്മാർത്ഥതയോടുകൂടി ആരെല്ലാമാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചത്, നിനക്കറിയാമല്ലോ അല്ലാഹ്. രാജഹോജാവായ തമ്പുരാനെ നിനക്കറിയാമല്ലോ അല്ലാഹ്. എല്ലാവരുടെയും പ്രയാസം നീ മാറ്റി കൊടുക്കണമല്ലോ, എല്ലാവരുടെയും ബുദ്ധിമുട്ട് നീ തീർത്തു കൊടുക്കണമല്ലോ. നിങ്ങൾക്ക് മനസ്സമാധാനം നൽകണമല്ലോ അല്ലാഹുവേ, നീ മനസ്സമാധാനം നൽകണമല്ലോ. ആരെല്ലാമാണോ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹസനാക്കി കൊടുക്കണമല്ലോ, അവരെ മുറാദ് നീ ഹസനാക്കി കൊടുക്കണേ തമ്പുരാനെ. നാളത്തെ മജ്‌ലിസ് നമ്മൾ 3-ാമത്തെ പത്തിലേക്ക് കടന്നു. ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10, അവസാനത്തെ 10. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട മഹാന്മാരായ പണ്ഡിതന്മാർ പ്രബലമായ അഭിപ്രായം പറഞ്ഞത് 27-ാമത്തെ രാവിനാണ്. ഇൻഷാ അല്ലാഹ് ആ രാവിലെ നമുക്ക് തൗബ ചെയ്യണം, കൂട്ടമായി തൗബ ചെയ്ത് ദുആ ചെയ്യണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്. നീയുള്ള ഇൻഷാ അല്ലാഹ് രാവുകൾ പ്രത്യേക ദുആയും പ്രത്യേക ദിക്റുകളും നമ്മളെ കാര്യങ്ങൾ റെഡിയാവാൻ, നമ്മളെ മുറാദ് ഹാസിലാവാൻ, അല്ലാഹു നമ്മളെ തെറ്റുകൾ പുറത്തു കിട്ടാൻ പ്രത്യേകമായ ദിക്റുകളും ദുആകളും ഇസ്തിഗ്ഫാറുകളും ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. നാളെ മുതൽ എല്ലാവരും മജ്‌ലിസിൽ പങ്കെടുക്കണേ ഇൻഷാ അല്ലാഹ്. മജ്‌ലിസിലേക്ക് കടക്കുക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹാന്മാരെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. لا حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا خطب الرباني والعز السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا
وسندنا فقر الدين باب السلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجستير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم بمالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم بمالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم بمالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي حسن زمليلي كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا من ماتوا منا خاصة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الرحمن الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ഓതിയ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും നീ പൂവണിയിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളെ രോഗങ്ങളെ നീ പരിപൂർണ ശിഫ നീ നൽകണേ അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങളെ നീ നീക്കി തരണേ അല്ലാഹ് ഞങ്ങളെ പ്രതിസന്ധികൾ അല്ലാഹ് നീ തരണം ചെയ്യാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ് ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള് അറിയാതെ വന്നു പോയ പാപങ്ങള് അല്ലാഹ് നീ പുറത്തു നൽകണേ അല്ലാഹ് ഈ മഅഫിറത്തിന്റെ പത്തിൽ നീ ഞങ്ങൾക്ക് പാപം നീ പുറത്തു നൽകണേ അല്ലാഹ് നീ പുറത്തു നൽകണേ അല്ലാഹ് ഈ റമളാനിനെ നീ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഖൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് നീ ചേർക്കണേ അല്ലാഹ് ഞങ്ങളെ പരാജിതരിൽ നീ ചേർക്കല്ലേ അല്ലാഹ് നീ ചേർക്കല്ലേ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസ് രാവിലെ മുടങ്ങാതെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് ധാരാളം കാര്യങ്ങൾ മാറ്റിവെച്ച് അവരെ കാര്യങ്ങൾ മാറ്റിവെച്ച് അവരെ ജോലികൾ മാറ്റിവെച്ച് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് അവരെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ സയ്യിദിയ മജ്ലിസ് സാദാത്യങ്ങളെ നോട്ടമുള്ള മജ്ലിസ് ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജ്ലിസ് മഹാനായ കടലുണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളൊക്കെ വല്ലിപ്പയായ ഞങ്ങളൊക്കെ ഉപ്പാപ്പയായ ജമലുല്ലൈലിപ്പാപ്പയുടെ കാവലുള്ള മജ്ലിസ് അവിടെ നോട്ടമുള്ള മജ്ലിസ് അവരെ ഹാജറാകുന്ന മജ്ലിസ് അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം
നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു അല്ലാ, നീ സ്വീകരിക്കണമല്ലോ. ഈ മജ്‌ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അല്ലാ. അല്ലാ, നീ തക്കതായ പ്രതിഫലം നീ ഇരു വീട്ടിലും നീ കൊടുക്കണമല്ലോ, നീ കൊടുക്കണമല്ലോ, നീ കൊടുക്കണമല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കണം. എല്ലാവരും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടി ഏറ്റുചൊല്ലി മനസ്സിൽ മുറാദ് മനസ്സിലുണ്ട് കരുത്. നിങ്ങളെ ഉദ്ദേശങ്ങളെ മനസ്സിൽ കരുതിക്കോ. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഏറ്റുചൊല്ല്. ഈ പവിത്രമാക്കപ്പെട്ട റമദാനിലെ ഓരോരോ ദിനങ്ങളിലും ഓരോരോ ദിനരാത്രങ്ങളിലും ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള ദിക്ർ ഈ 30 ദിവസവും നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ആ ദിക്ർ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചൊല്ലാൻ പഠിപ്പിച്ച ദിക്ർ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. എൻ്റെ മുഅ്മിനീങ്ങളെ ചൊല്ലണേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്റിനെ അല്ലാഹ് ഞങ്ങൾക്ക് നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഈ റമദാൻ ഖൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ അല്ലാഹ് നീ ചേർക്കണം അല്ലാഹ്, നീ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് നീ മഅ്ഫിറത്ത് നൽകണം അല്ലാഹ്, മർഹമത്ത് നീ നൽകണം അല്ലാഹ്. ഞങ്ങളെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് നൽകണം അല്ലാഹ്. ഈ മജ്‌ലിസിലിരിക്കുന്നവർക്ക് ഒരു പ്രയാസങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാഹ്, ഒരു ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, ഒരു ഇടങ്ങേറുകൾ നീ കൊടുക്കല്ലേ അല്ലാഹ്. അടുത്ത ദിക്ർ ഈ രണ്ടാമത്തെ പത്തില് മഅ്ഫിറത്തിന്റെ പത്തില് നമ്മൾ ധാരാളമായി ചൊല്ലേണ്ട ദിക്ർ നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങള്, വൻപാപങ്ങള്, ചെറുപാപങ്ങൾ അല്ലാഹു പൊറുക്കാൻ കാരണമാകുന്ന ദിക്ർ ഈ രണ്ടാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്ർ. വെറും ഒരു നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 3 പ്രാവശ്യം ചൊല്ലി ഈ ദിക്റിന് ചുരുക്കടലും തോന്നിങ്ങളെ ചുരുക്കരുത്. ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് റമദാനിലെ രണ്ടാമത്തെ പത്തിലാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇരിക്കുന്ന ഇരുത്തം അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന അല്ലാഹുവേ ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ മഅ്ഫിറത്തിന്റെ പത്തിൽ നമ്മൾ പാപങ്ങൾ പൊറുക്കണം, അല്ലെങ്കിൽ നമ്മൾ വലിയ പരാജിതരാണ്. അല്ലാഹു ഈ മഅ്ഫിറത്തിന്റെ പത്തിൽ നമ്മളെ പാപങ്ങൾ പൊറുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ പരാജിതരാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ മഅ്ഫിറത്തിന്റെ പത്തില്, പാപമോചനത്തിന്റെ പത്തില് ധാരാളമായി നമ്മൾ ഈ ദിക്റിനെ ചൊല്ലണം. അല്ലാഹു പല സ്ഥലങ്ങളിലായിട്ട് അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഗഫൂർ, ഗഫാർ, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്.
അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം. ഈ മജ്‌ലിസിലിരുന്നു കൊണ്ട് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് ഈ ഇരുത്തത്തിൽ നമുക്ക് തന്നെ ചോദിക്കാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു നൽകണേ അല്ലാഹ്, നീ പുറത്തു നൽകണേ അല്ലാഹ്. اللهم اغفر لي ذنوبي يا رب العالمين. 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 അർഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങള് നീ പുറത്ത് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ അല്ലാഹ് ഞങ്ങളിതായി ദിക്റിനെ ചൊല്ലി അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ്. ഇനിയും കൂടുതൽ ചൊല്ലാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ പുറത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളെ ഉദ്ദേശം നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ജോലി നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബിസിനസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭർത്താക്കന്മാരിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ വീട്ടിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ വാഹനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് നമ്മളെ മജ്‌ലിസിൽ നമ്മൾ ഈ പവിത്രമാക്കപ്പെട്ട റമളാനിൽ ധാരാളമായി ദുആ ചെയ്യാറുണ്ട്. ദുആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റമളാനിൽ ധാരാളമായി ഈ ദുആയെ നിങ്ങൾ പതിവാക്കണേ എന്ന് അവിടുത്തെ ഉമ്മത്തിനോട് ദുആ ചെയ്യാൻ പറഞ്ഞ ദുആ ഏതാണ്? ദുആ അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ മുബാറകൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ മുബാറകൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ മുബാറകൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا.
علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا أرحم الراحمين يا الله ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് അർഹമർ റഹീമീനായ അല്ലാഹ് ഈ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ് നീ ചേർക്കണേ അല്ലാഹ് നീ ചേർക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ് ഈ മഗ്ഫിറത്തിന്റെ പത്തില് ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ് നീ പൊറുക്കണേ അല്ലാഹ് അല്ലാഹുവേ നീ ഞങ്ങൾ എന്നോട് കേഞ്ഞ് അപേക്ഷിക്കുന്നു അല്ലാഹ് നീ ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ് ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ മുറാദുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ അടുത്തത് നമുക്ക് ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലാം ഈ മഗ്ഫിറത്തിന്റെ പത്തില് പാപങ്ങൾ പൊറുക്കുന്ന പത്തില് നമ്മൾ ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട് ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട് അവന്റെ എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് നൽകുമെന്ന് ആരംഭപ്പുമായ മുത്തൊളീമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ് ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തില് ഈ പുണ്യമാക്കപ്പെട്ട മഗ്ഫിറത്തിന്റെ പത്തില് ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ട പത്തില് നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ നമ്മളെ കാര്യങ്ങൾ റെഡിയാവാൻ നമ്മളെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ നമുക്ക് ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ നമ്മളെ ഗുഡ്സായ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിശാലത നൽകാൻ നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാ ബർക്കത്തും നേടിയെടുക്കാൻ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോ നമുക്ക് ചൊല്ലാം ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചൊല്ലാം അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 أستغفر الله العظيم 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 أرحم الراحمين يا الله ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ അറിയാതെ വന്നു പോയ പാപങ്ങള് നീ പുറത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വൻപാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ് ചെറു പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ് നിങ്ങൾ സാഹചര്യത്തിന്റെ അടിമപ്പെട്ടുകൊണ്ട് ധാരാളം അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ ചെയ്തവരാണ് അല്ലാഹ് അറിയാതെ പാപങ്ങൾ ചെയ്തവരാണ് അല്ലാഹ് നീ പൊറുക്കണേ അല്ലാഹ് ഇനി ഒരിക്കലും അല്ലാഹ് അത്തരം പാപങ്ങൾ അത്തരം തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു
പോകില്ല അല്ലാഹുവേ നീ പൊറുക്കണേ നീ പൊറുക്കണേ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ നിങ്ങൾക്ക് നീ മാപ്പ് നൽകണേ ഈ മഗ്ഫിറത്തിന്റെ പത്തില് ധാരാളമായി ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിക്കണം. ധാരാളമായി നാം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. അടുത്ത ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ചൊല്ലാം. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിന്റെ കാരണത്താൽ ഞങ്ങൾ ചൊല്ലിയതിന്റെ കാരണത്താൽ ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണം അല്ലാഹ്. ഈ മാസത്തിലോ അല്ലാഹ്, ഈ ദിവസത്തിലോ അല്ലാഹ്, ഈ മഗ്ഫിറത്തിന്റെ പത്തിലോ അല്ലാഹ് ഞങ്ങളെ പാപങ്ങൾ പൊറുത്തുകൊണ്ട് ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം അല്ലാഹ്. നീ സഫലീകരിക്കണം അല്ലാഹ്. ഒരു വീടില്ലാത്തവരുണ്ട് അല്ലാഹ്, ഒരു ഹൈറായ വീട് നീ കൊടുക്കണം അല്ലാഹ്. തങ്ങളെ ഒരു വീടില്ല തങ്ങളെ, കോട്ടൈസിലാണ് വാടക കൊടുത്തു മടുത്തു തങ്ങളെ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് തങ്ങളെ എന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ വീട് നീ കൊടുക്കണം അല്ലാഹ്. നീ കൊടുക്കണം അല്ലാഹ്. നീ കൊടുക്കണം അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണം അല്ലാഹ്. ധാരാളം കടബാധിതരുള്ളവരുണ്ട് അല്ലാഹ്. കടത്തിൽ കുടുങ്ങി നിൽക്കുന്നവർ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. കടങ്ങളെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടം അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നീ നൽകല്ല അല്ലാഹ്. നീ നൽകല്ല അല്ലാഹ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണമല്ലോ. നീ കൊടുക്കണമല്ലോ. ധാരാളം മുറാദുകളുള്ളവർ, ധാരാളം ഉദ്ദേശങ്ങളുള്ളവർ അല്ലാഹ് നീ സഫലീകരിക്കണമല്ലോ. നീ സഫലീകരിക്കണമല്ലോ. ജോലി ഇല്ലാത്തവർ, വിവാഹങ്ങൾ നടക്കാത്തവർ അല്ലാഹ് നീ അടുപ്പിക്കണമല്ലോ. ജോലിയെയും ഒരു ഇണയെയും നീ അടുപ്പിക്കണേ അല്ലാഹ്. നീ അടുപ്പിക്കണേ അല്ലാഹ്. അടുത്ത ദിക്ർ നമ്മൾ മജ്ലിസിൽ ചൊല്ലാറുള്ള ദിക്റാണ്. വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്.
ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ. മനപ്രയാസങ്ങള്, ശാരീരികമായ പ്രയാസങ്ങള്, സാമ്പത്തികമായ ഞെരുക്കങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാ. നീ വിശാല നൽകണേ അല്ലാ. ജീവിതത്തിൽ ടെൻഷൻ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ മാനസികമായ പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ. മാനസികമായ പിരിമുറുക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നീ നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ പ്രയാസങ്ങൾ നീ നൽകല്ലേ അല്ലാ. ഈ സയ്യിദിയ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട് അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിന്റെ ഹാദിമീങ്ങളുണ്ട് അല്ലാ. അല്ലാഹുവേ സാദാത്യങ്ങളെ ഇട്ടം വെച്ചത് കൊണ്ടാണ് അല്ലാ, അവരെ ബഹുമാനിച്ചത് കൊണ്ടാണ് അല്ലാ ഈ സയ്യിദിയ മജ്ലിസ് മുടങ്ങാതെ വീക്ഷിക്കുന്നവര് അല്ലാഹുവേ അവർക്ക് നീ കാവല് കൊടുക്കണം അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവല് അവരുടെ ജീവിതത്തിൽ ഉടനീളം നീ കൊടുത്തനുഗ്രഹിക്കണം അല്ലാ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് മജ്ലിസില് നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്ത് ഹബീബായ തങ്ങളെ ഹദറത്തിലേക്ക് ഇൻഷാ അല്ലാ നമുക്ക് സ്വലാത്തുകൾ ചൊല്ലാം. ധാരാളമായി ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നിങ്ങൾ സ്വലാത്തുകൾ ചൊല്ലണേ. ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ലണേ. ഹബീബായ റസൂലുള്ളാഹിനെ മനാമിൽ ഒന്ന് കാണാൻ, ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് ഒന്ന് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല് സ്വലാത്തുകൾ അധികരിപ്പിക്ക്. ഈ മാസത്തിൽ അധികരിപ്പിക്ക്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അല്ലാഹുവേ അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ സകലമായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ളവർ ഈ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. രോഗങ്ങൾ പരിപൂർണ്ണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്. നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. തൈറോയിഡിന്റെ അസുഖം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കാൽമുട്ട് വേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കാലുവേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഹൃദയ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. തല സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. വയർ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കൺ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കാത് സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ശരീരത്തിന്റെ ഒരു അവയവത്തിലും രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്കൊന്ന് ചെന്ന് ഞങ്ങളെ നേതാവിന്റെ അടുക്കലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്
എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹിന്റെ അല്ലാഹുവേ ആ പൂമേനി ഒന്ന് മനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിലെ അവസാനത്തെ സ്വലാത്ത് ഇത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യണം. എല്ലാവരും ദുആയിൽ പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് ആമീൻ പറയണേ, ആമീൻ പറയണേ. അവസാനമായിട്ടുള്ള ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലണേ. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഏറ്റുചൊല്ല്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നമുക്ക് ചെല്ലാം. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ سيدنا محمد والآل والأصحاب سلم. صلى الله على 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 سيدنا محمد والآل والأصحاب سلم. رحم الراحمين يا الله ഈ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. നീ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ മഗ്ഫിറത്തിന്റെ പത്തിൽ അല്ലാഹ് ധാരാളം പാപങ്ങൾ ജീവിതത്തിൽ ചെയ്ത് വന്നു പോയവരാണ് അല്ലാഹ്. നീ പൊറുക്കണേ അല്ലാഹ്. നീ മാപ്പ് നൽകണേ അല്ലാഹ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്. ഹുദവി നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. നമ്മൾ ചൊല്ലിയ ദിക്റുകൾ, നമ്മൾ ഓതിയ ഫാത്തിഹകൾ, നമ്മൾ ചൊല്ലിയ ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എല്ലാവരും ആമീൻ പറയാം. എല്ലാവരും ആമീൻ പറയാം. നമ്മുടെ മനസ്സിലുള്ള മുറാദ് അത് കരുതുക. മനസ്സിലുള്ള ആ ഉദ്ദേശം മനസ്സിലുണ്ട് കരുതുക. എന്നിട്ട് ആമീൻ പറയാം. ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. റമളാൻ 30-ലും മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരിക്കലും ഒരു മജ്ലിസിൽ നിന്ന് പോലും പിരിഞ്ഞു പോകരുത്. നിങ്ങൾ റമളാൻ 30 മജ്ലിസിൽ പങ്കെടുത്തു നോക്കി. ഇനി റമളാൻ കഴിഞ്ഞാലുള്ള മജ്ലിസിൽ നിങ്ങൾ പങ്കെടുത്തു നോക്കി. റമളാന്റെ മജ്ലിസ് ഞാൻ പ്രത്യേകം പറഞ്ഞെന്ന് മാത്രം.
നിങ്ങളെ മനസ്സിലുള്ള മുറാദുണ്ട് കരുതി പങ്കെടുത്തു നോക്ക്. അള്ളാഹു സാധിപ്പിച്ചു തരും, അള്ളാഹു സാധിപ്പിച്ചു തരും. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ മജ്‌ലിസിന്റെ ഇടക്കിടക്ക് ഞാൻ പറയാറുണ്ട്, കുറേ അനുഭവങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയണ്ടെന്ന് വെച്ചിട്ടാണ്. കുറേ അനുഭവങ്ങളുണ്ട് മജ്‌ലിസിൽ, കുറേ മുറാദുകൾ ഹാസിലായ ആളുകൾ, അവർ ധാരാളം അനുഭവങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇടക്കൊക്കെ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا الله يا الله يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അടിമകളായ ഞങ്ങളെ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. അർഹമുർ റഹീമിനായ തമ്പുരാനെ, ഞങ്ങളെ തേട്ടത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്, കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്, കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നവരുണ്ട് അല്ലാഹ്, അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരെ ഉദ്ദേശങ്ങളെ നീ പൂവണിയിച്ചു കൊടുക്കണം അല്ലാഹ്. നമ്മളെ ഈ സയ്യിദിയ്യ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവരുണ്ട് അല്ലാഹ്. ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ വീക്ഷിക്കുന്നവരുണ്ട് അല്ലാഹ്. കൊയക്കൽ അല്ലാഹ്, നീ തളർത്തൽ അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്. ധാരാളം സഹോദരി സഹോദരന്മാര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാര് നന്നാക്കണേ അല്ലാഹ്, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. സാലറിയിൽ വർധനവ് കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ തീർത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് അവരുടെ
ജീവിതത്തിൽ അല്ലാഹ് മനസ്സമാധാനം നീ നൽകണേ അല്ലാഹ്, ഐക്യം നിലനിർത്തണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ ദുശീലങ്ങൾ മാറാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നല്ല ബുദ്ധി അവർക്ക് കൊടുക്കണേ അല്ലാഹ്, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്, നല്ല ബുദ്ധിയെ നീ തോന്നിപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, മക്കളെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്, നാടിനും വീടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മക്കളുടെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ ഈ സയ്യിദിയ മജ്ലിസ് കാണുന്ന ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത മക്കളുടെ കാര്യങ്ങൾ, ലഹരിക്കടിമപ്പെടുന്ന മക്കളുടെ കാര്യങ്ങളാണ് അല്ലാഹ്. അത്തരം അവസ്ഥ അല്ലാഹ് ഞങ്ങളെ മക്കൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. അവരെ ജോലി തടസ്സങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ഹൈറായ ജോലി നീ അടുപ്പിക്കണം അല്ലാഹ്. അവരെ വിവാഹ തടസ്സങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, അല്ലാഹുവേ ഹൈറിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ധാരാളം ദുആ വസിയത്തുകളുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ മുറാദുകളെ നീ ഹസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ധാരാളം രോഗികൾ നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ നൽകണേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ബ്ലഡ് ട്യൂമർ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കുന്ന ഒരവസ്ഥ അല്ലാഹുവേ, അത്തരം രോഗങ്ങളല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മക്കൾ പറയുന്ന അവസ്ഥയിൽ അല്ലാഹ് ഞങ്ങളെ നീ കെടുത്തല്ലേ അല്ലാഹ്. അത്തരം അവസ്ഥയിൽ അല്ലാഹ് ഞങ്ങളെ നീ കെടുത്തല്ലേ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. പരാജിതരിൽ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്. തനാസുൽ റെഡിയായിട്ടില്ല തങ്ങളെ, ഇഖാമ ശരിയായിട്ടില്ല തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, ബുദ്ധിമുട്ടുകളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാഹ്. അത്തരം അവസ്ഥ കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം എൻ്റെ ദ്വീപ് നിവാസികൾ, ദ്വീപ് സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ അവരെ നീ കാത്തോളണേ അല്ലാഹ്, അവർക്ക് ഖൈർ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്.
ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസം അല്ലാഹുവേ ഖൈറിന്റെ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ നീ ചേർക്കണേ അല്ലാ, ധാരാളം ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ, അതിനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, നോമ്പും 30 നോൽക്കാൻ അല്ലാ ഞങ്ങൾക്കൊരു ഖുവത്ത് നൽകണേ അല്ലാ, അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ നൽകല്ലേ അല്ലാ, ധാരാളം ഖത്മുകൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. കഴിഞ്ഞ റമളാനിൽ ഞങ്ങളോടൊപ്പം ദുആക്ക് ആമീൻ പറഞ്ഞിരുന്നവര്, ദിക്റുകൾ ചൊല്ലിയിരുന്നവര്, സ്വലാത്തുകൾ ചൊല്ലിയിരുന്നവര്, നോമ്പനുഷ്ഠിച്ചിരുന്നവര്, അർഹമുർ റഹീമീനായ അല്ലാഹ് ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാഹ്. അവർക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. ഞങ്ങൾ മജ്ലിസിൽ പറഞ്ഞതും ചൊല്ലിയതുമായ കാര്യങ്ങൾ അല്ലാഹ് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഒരു നൂറാനിയത്തായി, ഒരു പ്രകാശമായി നീ എത്തിക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുങ്ങി തീർന്നതുപോലെ ഒരുങ്ങി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണേ അല്ലാഹ്, നീ മാപ്പാക്കണേ അല്ലാഹ്. അവരെ ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്, നീ വിശാല നൽകണേ അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം പൊന്നുമ്മാന്റെയും പൊന്നുപ്പാന്റെയും ഖബറിൽ നീ എത്തിക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് പൊന്നുമ്മാന്റെയും പൊന്നുപ്പാന്റെയും ഖബറിൽ നീ വിരിപ്പിക്കണേ അല്ലാഹ്, നീ വിരിപ്പിക്കണേ തമ്പുരാനെ, അർഹമുർ റഹീമീനായ അല്ലാഹ്. അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. ഞങ്ങളെ വീടിന്റെ ഇമ്പരപ്പടിയിൽ ഉണക്കട്ടി ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താണ്ടി തലയിലേക്ക് കെട്ടപ്പെടുമല്ലോ, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, നീ ചേർക്കണമല്ലോ. ഊരക്ക് കൊണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണമല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ ഞങ്ങൾക്ക് നീ നൽകണമല്ലോ. അല്ലാഹ് ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണമല്ലോ. ഖബർ കുടുസാക്കല്ലോ, വിശാല നൽകണമല്ലോ. ഞങ്ങൾ ചെയ്തതും ചൊല്ലിയതുമായ കാര്യങ്ങൾ ഖബറിലേക്കൊരു നൂറാനിയത്തായ ഒരു പ്രകാശമായി നീ എത്തിക്കണമല്ലോ, നീ എത്തിക്കണമല്ലോ. ഞങ്ങൾ ജീവിതകാലത്ത് കൊടുത്ത സ്വതക്കകളല്ലോ നീ സ്വീകരിക്കണമല്ലോ, നീ കബൂലാക്കണമല്ലോ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണമല്ലോ, നീ ചേർക്കണമല്ലോ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്, ഹുദവി നൽകണേ തമ്പുരാനെ. അല്ലാഹ് ഈ മജ്ലിസിനെ കാണുന്നവരെ നീ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. ഈ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്
ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ നീ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസത്തിലാണ്, ദിനത്തിലാണ് അല്ലാഹ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നോമ്പുകാരായിട്ടാണ് നിലകൊള്ളുന്നത്. അല്ലാഹ് ഞങ്ങളെ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ ഭയാനകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. നീ ഹറാമാക്കണേ അല്ലാഹ്. നീ ഹറാമാക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.